മനസ്സിലായി. ഞങ്ങൾ വി ഡി സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, RSSനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായുസമായി തോന്നുന്നത്? RSSനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായുസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത്? RSSനെതിരായ സമരത്തെ ഗുണ്ടായുസം എന്ന് ചിത്രീകരിച്ച വി ഡി സതീശൻ്റെ പ്രസ്താവന അങ്ങേറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കളയേണ്ടതുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. അദ്ദേഹം പറവൂരിൽ RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം RSS പുറത്തുവിട്ടു, നമ്മളെല്ലാവരും കണ്ടതാണ്. RSSൻ്റെ ചിഹ്നത്തിന് മുന്നിൽ, വി ഡി സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിധേയനായി RSSൻ്റെ എല്ലാ ആശയങ്ങളും തൻ്റെ ശിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശനെ നമ്മളെല്ലാവരും കണ്ടു. ഞങ്ങൾ സംശയിക്കുന്നത് ഇനിയും ഏറെ ചിത്രങ്ങൾ RSSൻ്റെ കയ്യിൽ വി ഡി സതീശനെ സംബന്ധിച്ചുണ്ട് എന്നാണ്. ആ ചിത്രങ്ങൾ പുറത്തുവിടുമോ? വി ഡി സതീശനും RSSുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ RSSകാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് RSSനെതിരായ സമരത്തെ ഗുണ്ടായുസമെന്ന് ചിത്രീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. KSUവിനെ പോലും സമരം ചെയ്യാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. RSSനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും എന്ന് KSUകാരെ വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ RSSന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിലുണ്ടാവുകയാണ്. ഇത് മതേതര കേരളത്തിന് അപമാനവും ലജ്ജാവഹവുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിജ തോമസിൻ്റെ ഒരു പ്രസ്താവനയാണ്. സിജ തോമസ് പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി എന്നാണ്. SFIയുടെ സമരം ഇന്നലെ കേരള സർവകലാശാല ക്യാമ്പസിൽ ജോലി തടസ്സപ്പെടുത്തി എന്നാണ്. താൽക്കാലികക്കാരിയായി 4 ദിവസത്തേക്കാണ് സിജ തോമസ് സർവകലാശാലയിൽ വന്നത്. ഞാൻ ചോദിക്കട്ടെ, 4 ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് സിജ തോമസ് അവിടെ ചെയ്തത്? SFIയുടെ സമരം ഇന്നലെ ആയിരുന്നല്ലോ സർവകലാശാലയിലേക്ക് ഉണ്ടായത്. ആ സമരം ഇന്നലെ ഏതാണ്ട് 3 മണിക്കൂറാണ് നീണ്ടുന്നത്. ആ 3 മണിക്കൂർ കഴിച്ചുള്ള സമയം എന്ത് ജോലിയാണ് സിജ തോമസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇനി അതിന് മുമ്പുള്ള ആളുണ്ടല്ലോ, ഈ ചുമല കൊടുത്തിട്ട് പോയ ആൾ മോഹനൻ കുന്നുമ്മൽ. ആ മോഹനൻ കുന്നുമ്മൽ എന്ത് ജോലിയാണ് കേരള സർവകലാശാല ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ മറ്റ് പല വകുപ്പുകളിലും ഏതെങ്കിലും ഒരു ഫയൽ പെൻഡിങ് ആയാൽ ആ ഫയൽ നീങ്ങുന്നില്ല എന്ന് വളരെ ആക്ഷേപത്തോടെ മാധ്യമ റിപ്പോർട്ടുകൾ കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ കേരള സർവകലാശാലയിലേക്ക് ഒന്ന് പോകണം. VCയുടെ മേശപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, സർവകലാശാലയുടെ വിവിധ ഭരണ വിഭാഗങ്ങളെ ബാധിക്കുന്ന 1000ഓളം ഫയലുകൾ പെൻഡിങ്ങിലിരിക്കുകയാണ്. എന്താ SFIക്കാരൻ മോഹനൻ കുന്നുമ്മലിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണോ അതിലൊന്നും മോഹനൻ കുന്നുമ്മൽ ഒപ്പിടാത്തത്? എന്താ മോഹനൻ കുന്നുമ്മൽ ജോലി ചെയ്യാൻ പ്രയാസം? എന്താ സിജ തോമസ് ജോലി ചെയ്യാൻ പ്രയാസം? അപ്പോൾ RSSകാർ പറയുന്ന ഫയലുകളിൽ മാത്രമാണ് ഇവർ ഒപ്പിടുന്നത്. ഇനി ഉദ്യോഗസ്ഥർ സ്ഥിതിയോ? ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരള സർവകലാശാല രജിസ്റ്റർ ദീർഘനാളുകളായി അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്ത് അനുഭവസമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. കേരള സർവകലാശാലയിൽ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിജ തോമസും മോഹനൻ കുന്നുമ്മലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറുമാണ്, ചാൻസലറുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിയന്ത്രണമാണ് അവർ അവസാനിപ്പിക്കുന്നത്. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് പോലും പണിയെടുക്കാൻ അനുവദിപ്പിക്കാത്ത സമീപനം സിജ തോമസും ഒപ്പം തന്നെ മോഹനൻ കുന്നുമ്മലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ തുടർന്ന് അതിനെതിരായി നീങ്ങും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ വി ഡി സതീശൻ്റെ പ്രസ്താവന ഒരു തരത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ ആനുകൂല്യങ്ങളും കോൺഗ്രസിനും ലീഗിനും ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ്. ഞാൻ പഴയൊരു പത്രവാർത്തയുടെ ഭാഗം കൂടി വായിക്കാം. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് 18 സെനറ്റ് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തു. ഈ 18 സെനറ്റ് അംഗങ്ങളുടെ ജാതകവും ഭൂമിശാസ്ത്രവും നിങ്ങൾ പരിശോധിച്ചാൽ BJPക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. SFIക്കാരെയും കാണാൻ വേണ്ടി കഴിയില്ല. എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? RSSനെതിരെ സമരം ചെയ്യാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് സംഘപരിവാരവൽക്കരണത്തിനെതിരായി എന്തെങ്കിലും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും RSSയും നോമിനേറ്റ് ചെയ്ത ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കാൻ, രാജിവെപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് TPM ഹാഷിർ അലി, സെനറ്റ് മെമ്പറാണ്, കാലിക്കറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ. അവിടുത്തെ സെനറ്റ് അംഗമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി ഗവർണർ തീരുമാനിച്ചു.
ആരാ ഈ ഡോക്ടർ പി രവീന്ദ്രൻ? ഈ ഡോക്ടർ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന നേതാവാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് RSSൻ്റെ കാര്യാലയത്തിൽ സ്വീകരണം ലഭിക്കുന്നത്? ഈ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് ഇന്നലെ പുറത്തുവിട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന പ്രസ്താവന പറയുന്നത് പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ്. ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാരൻ സംഘടനാ നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് കോൺഗ്രസ്സുകാരായ അധ്യാപക സംഘടന നേതാക്കളും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആ നടപടിയിൽ സേവാഭാരതിയുടെ മലപ്പുറത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഈ ഡോക്ടർ പി രവീന്ദ്രൻ. ഏത് ഡോക്ടർ പി രവീന്ദ്രൻ? കാലിക്കറ്റ് സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായിരുന്ന ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഇങ്ങനെ RSSലേക്ക് റിക്രൂട്ട്മെൻറ്റ് കൂടിയാണോ ഇതുവഴി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നതായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യാപക സംഘടന നേതാക്കന്മാർക്ക്, ലീഗ് നേതാക്കന്മാർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും അർലേക്കറിൻ്റെയും പട്ടികയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ ആ ഗുഡ് സർട്ടിഫിക്കറ്റും വാങ്ങി കേരളത്തിലെ സർവകലാശാലകളിൽ RSS കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അപ്പകഷ്ണത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കൂടി കിട്ടിയാൽ മതി എന്ന ഏറ്റവും പിന്തിരിപ്പനായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതിനെ കൂടി തുറന്നു കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSSന് കാഴ്ചവെക്കാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സമരം SFI വേഴ്സസ് ഗവർണറോ SFI വേഴ്സസ് ചാൻസലറോ ആയി ചിത്രീകരിക്കരുത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരം കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ചേർന്ന് നടത്തുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലത്തെ സമരത്തെ വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരെ സ്വീകരിച്ചത്. ഈ പോരാട്ടം കേരളമാകെ ഒന്നാകെ ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ് എന്നവർ കണ്ടിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആ സമരത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഇന്നലെ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സംഘപരിവാരം ആദ്യം കടന്നെത്തിയ മേഖല നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ മേഖലയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനനത്തെയും അവരുടെ വികാസത്തെ പറ്റിയെല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവാകുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവാകുമ്പോൾ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ ഒരു ചാനൽ തന്നെ വാങ്ങിക്കുന്നത് നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാവില്ല. ഒരു ചാനൽ കേരളത്തിൽ അങ്ങ് വാങ്ങി. ചാനലിൻ്റെ പേര് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ്. അങ്ങനെ ഒരു ചാനൽ തന്നെ വാങ്ങിയ ആളെ ഒരു സംസ്ഥാന പാർട്ടി പിടിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കുകയാണ്. അപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തം ചാനലിനകത്ത് സംഘപരിവാരത്തിന് അനുകൂലമായി വാർത്തകൾ നന്നായി വരണം എന്ന ആഗ്രഹം ഉണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ കേരളത്തിനകത്തെ സംഘപരിവാരത്തോട് താല്പര്യമുള്ള പല മാധ്യമങ്ങൾക്കും സംഘപരിവാറിനെതിരായ രാഷ്ട്രീയം പറയുന്നവരെ ആക്രമിക്കണം എന്ന് സ്വതവേ തോന്നുക അവരുടെ സ്വതന്ത്രമായ രാഷ്ട്രീയത്തെ ഉൾച്ചേർത്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സംഘപരിവാരത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മാധ്യമം SFIയുടെ സമരത്തെ വക്രീകരിച്ച് കാണിക്കുന്നത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷമവുമില്ല എന്ന് സന്തോഷത്തോടെ ബഹുമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഘപരിവാരത്തിൻ്റെ എല്ലാ തെറ്റായ ആശയങ്ങളെയും പിൻപറ്റി ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിലേറ്റി ഈ കേരളത്തിലെ അവരുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന അത്തരം മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ ആനന്ദത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആനന്ദം ഞങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെ ഈ സമരങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ ഊർജം പകരുന്നതാണ്. പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടി സർവകലാശാലയുടെ കവാടം തുറന്നു തന്നു, ഗേറ്റ് തുറന്നു തന്നു, ഗ്രില്ല് തുറന്നു തന്നു, കതവ് തുറന്നു തന്നു ഒക്കെ ചില പരിദേവനങ്ങൾ ചില ന്യൂസ് റിപ്പോർട്ടുകളിൽ ചില സ്റ്റോറികളിൽ തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൻ്റെ രാജീവ് ചന്ദ്രസേനൻ്റെ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തൊക്കെ നല്ല വിസ്താരമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അവർ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം ഏതാണ്ട് 3 മണിക്കൂർ സമരം നീണ്ടുവന്നപ്പോൾ 1.5 മണിക്കൂർ ആ കവാടത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയാണ് SFI സഖാക്കൾ പണിപ്പെട്ടത്. 30 പേരെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലീസ് പരവതാനി വിരിച്ചു എന്ന് പറയുന്ന ഈ സമരത്തിൽ SFI പ്രവർത്തകർ ഇപ്പോൾ ജയിലിലേക്കകത്ത് റിമാൻഡിൽ കിടക്കുന്നത്. അങ്ങനെ ഭരണസ്വാധീനം ഉപയോഗിക്കുന്ന സംഘടനയായിരുന്നു SFI എങ്കിൽ ആ നിലയിൽ ജയിലിലേക്കകത്തേക്ക് പോകേണ്ട സ്ഥിതി SFIക്ക് വരേണ്ടിയിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഭരണസ്വാധീനത്തിൻ്റെ തണലിൽ ഈ കേരളത്തിനകത്ത് സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമല്ല SFI. അത് SFIയുടെ ചരിത്രവും വർത്തമാനവും അറിയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഭരണകൂടങ്ങളും സ്വീകരിക്കുന്ന തെറ്റായ നടപടിക്കെതിരായി അതിശക്തമായ സമരം നടത്തുന്നവരാണ്. അവിടെ പോലീസ് ഉണ്ടെന്നും പോലീസ് ബാരിക്കേഡ് ഉണ്ടെന്നും പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടേക്ക് SFI മാർച്ച് നടത്തിയത്. തീരുമാനിച്ച സമരം SFI നടത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. അതിന് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്
ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 30 സഖാക്കൾ ഈ സംഘടനയുടെ സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ കിടക്കുകയാണ്. എത്രയോ സഖാക്കൾക്ക് ഇന്നലെ ഭീകരമായി മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പല സഖാക്കളും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായി. ആ നിലയിൽ കൊടിയ ഭീകരമായ മർദ്ദനം ഉണ്ടായാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു വർഗീയ ശക്തിക്ക് മണിയറോ പറയാതെ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നതിനാവശ്യമായ ഇടപെടലും ക്രിയാത്മകമായ സമരവും ഞങ്ങൾ നടത്തും. യോഗ്യതയില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറെയും നിയമിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത്തരം എല്ലാ വൈസ് ചാൻസലർമാരെയും തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം. ക്വാളിറ്റി ഇല്ലാത്ത ഏത് VC ആണെങ്കിലും തുടരാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല. ആ നിലയിൽ അതിശക്തമായ സമരം ഞങ്ങൾ സ്വീകരിക്കും. VC സ്വയം മനസ്സിലാക്കേണ്ടത് VCക്ക് ആ കേരള സർവകലാശാല VC ആണെങ്കിൽ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തിന് കേരള സർവകലാശാലയുടെ VC ആയിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. റേഡിയോളജിയിലുള്ള ഡിഗ്രിയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. റിസർച്ച് സ്കോളർമാരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമിതിയിൽ ഇങ്ങനെ റേഡിയോളജി ഡിഗ്രി മാത്രമുള്ള കയറിയിരിക്കുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത്, അല്ലയോ മനുഷ്യ, നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന്. ഇത് നിങ്ങളുടെ കസേരയല്ല, നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. അത് ഞങ്ങൾ പറയും, തീർച്ചയായും പറയും. VC തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ